ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ വേവ് ഷേപ്പിംഗ് സർക്യൂട്ടിനെ പറ്റിയിട്ടായിരുന്നു ഡിസ്കസ് ചെയ്തത്. അതിൽ തന്നെ നമ്മൾ നോൺ ലീനിയർ വേവ് ഷേപ്പിംഗ് സർക്യൂട്ടായിട്ടുള്ള ക്ലിപ്പറിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്ലിപ്പർ, അതേപോലെ തന്നെ അതിൻ്റെ വേവ് ഫോംസ്, ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ആയിരുന്നു ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നോൺ ലീനിയർ വേവ് ഷേപ്പിംഗ് സർക്യൂട്ടായിട്ടുള്ള ക്ലാമ്പർ സർക്യൂട്ടിനെ പറ്റിയിട്ടാണ്. ഓക്കെ, സോ നമുക്ക് കണ്ടന്റിലേക്ക് പോകാം. ക്ലാമ്പർ. ഓക്കെ, വാട്ട് യു മീൻ ബൈ ക്ലാമ്പർ? ഇപ്പോൾ ക്ലാമ്പർ എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ക്ലാമ്പറിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സിഗ്നലിനെ പോസിറ്റീവ് പാർട്ടിലേക്കോ അല്ലെങ്കിൽ നെഗറ്റീവ് പാർട്ടിലേക്കോ നമ്മൾ ഒരു DC വോൾട്ടേജ് ആഡ് ചെയ്തിട്ട് മൂവ് ചെയ്യിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ ക്ലാമ്പർ സർക്യൂട്ട് എന്ന് പറയും. ഓക്കെ, അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളൊരു DC ആഡ് ചെയ്തിട്ട് സിഗ്നലിനെ പോസിറ്റീവ് പാർട്ടിലേക്കോ അല്ലെങ്കിൽ നെഗറ്റീവ് പാർട്ടിലേക്കോ കൊണ്ടുവരാൻ വേണ്ടി DC ലെവൽ ആഡ് ചെയ്തിട്ട് നമ്മൾ മുകളിലേക്കോ താഴോട്ടേക്കോ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലാമ്പർ സർക്യൂട്ടുകൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സിംപ്ലി പറയുകയാണെങ്കിൽ DC ആഡ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അതിനെ DC റീസ്റ്റോറർ എന്നുള്ള രീതിയിൽ പറയാറുണ്ട്. DC റീസ്റ്റോറർ. ദെൻ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ വേവ് ഷേപ്പിന് യാതൊരു മാറ്റവും വരില്ല, DC ലെവൽ മാറുന്നെന്ന് മാത്രമേ ഉള്ളൂ. സോ അതാണ് തേർഡ് പോയിന്റ് പറഞ്ഞിരിക്കുന്നത്. Total swing of the output is equal to the total swing of the input. That means നമ്മളൊരു 10 വോൾട്ട് സിഗ്നൽ, 10 വോൾട്ട് ആംപ്ലിറ്റ്യൂഡിലുള്ള സിഗ്നലാണ് കൊടുക്കുന്നതെങ്കിൽ 10 വോൾട്ട് തന്നെയായിരിക്കും നമ്മുടെ ഔട്ട്പുട്ട് വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ്. ഓക്കെ, സോ സെയിം ആംപ്ലിറ്റ്യൂഡ് തന്നെയാണ് കിട്ടുക, ബട്ട് DC ലെവല് മാറുന്നു എന്നുള്ളത് മാത്രമാണ്. ദെൻ ലാസ്റ്റ് പോയിന്റ് പറയുന്നത് അതിൻ്റെ ടൈം കോൺസ്റ്റൻറ്റിനെ പറ്റിയിട്ടാണ്. അതിൻ്റെ ടൈം കോൺസ്റ്റൻറ്റ് വളരെ കൂടുതലായിരിക്കണം. കാരണം ഇത് ഒരു ഹാഫ് സൈക്കിൾ ചാർജ് ചെയ്യുകയാണ് ചെയ്യുക, അടുത്ത ഹാഫ് സൈക്കിളിൽ ഡിസ്ചാർജ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ ടൈം കോൺസ്റ്റൻറ്റ് കൂടുതലായിരിക്കണം, RC ടൈം കോൺസ്റ്റൻറ്റ് കൂടുതലായിരിക്കണം. അപ്പോൾ ഇത് നമുക്ക് എന്താണെന്നുള്ള ഡീറ്റെയിൽസ് ആയിട്ട് പറയാൻ പറ്റും നമ്മുടെ കണ്ടന്റിലേക്ക് വരുമ്പോൾ. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. നമുക്കിനി ഓരോ സർക്യൂട്ടുകളും അനലൈസ് ചെയ്യാം. നമുക്ക് രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്ലാമ്പേഴ്സാണ് ഉള്ളത്. ഒന്ന് പോസിറ്റീവ് ക്ലാമ്പർ, ദെൻ സെക്കൻഡ് വൺ നെഗറ്റീവ് ക്ലാമ്പർ. അതിൽ തന്നെ ബയാസ്ഡ് ക്ലാമ്പേഴ്സ് ഒക്കെ ഉണ്ട്. നമ്മൾ രണ്ട് ടൈപ്പ് പറയുന്ന സമയത്ത് പോസിറ്റീവ് ക്ലാമ്പർ ഉണ്ട്, നെഗറ്റീവ് ക്ലാമ്പർ എന്നാണ് പറയുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഇതാണ് നമ്മുടെ ഇൻപുട്ട് സിഗ്നൽ. ഓക്കെ, ഇത് ഇൻപുട്ട് സിഗ്നലാണ്, ഇത് ഔട്ട്പുട്ട് സിഗ്നലാണ്. ഓക്കെ, സോ ഇൻപുട്ടിൻ്റെ DC ലെവൽ എന്ന് പറയുന്നത് 0 ഇവിടെയാണ്. ദെൻ ഇവിടുത്തെ ആണെങ്കിൽ DC ലെവല് 0 ഇവിടെയാണ്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഇൻപുട്ട് സിഗ്നൽ. സോ ഈ സിഗ്നല് പോസിറ്റീവ് ക്ലാമ്പർ ആണെങ്കിൽ ഫുൾ സ്വിങ് നമുക്ക് പോസിറ്റീവ് പാർട്ടിൽ കിട്ടുന്നതായിട്ട് കാണാം. ഓക്കെ, അതായത് ഇത് നമ്മുടെ ഇവിടെ നമ്മുടെ മൊത്തം ആംപ്ലിറ്റ്യൂഡ് 2Vm ആണെങ്കിൽ ഇതായിരിക്കും ഇവിടുത്തെ 2Vm അല്ലേ. VM മാക്സിമം ആണെങ്കിൽ 2Vm എന്നുള്ള രീതിയിൽ പറയാം. ഇതാണ് VM എങ്കിൽ ഈ വിഎമ്മും ഈ വിഎമ്മും കൂടിയിട്ടാണ് മുകളിലേക്ക് പോകുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ 2Vm എന്നുള്ള രീതിയിൽ പറയാം. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പോസിറ്റീവ് ക്ലാമ്പർ ആണെങ്കിൽ ഇൻപുട്ട് സിഗ്നലിനെ മൊത്തം മുകളിലോട്ടേക്ക് മാറ്റുകയാണ്, ഷിഫ്റ്റ് ചെയ്യാണ്. ഓക്കെ, സോ DC ആഡ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. നെഗറ്റീവ് ക്ലാമ്പർ ആണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്, ഇൻപുട്ട് സിഗ്നലിനെ നെഗറ്റീവ് പാർട്ടിലേക്ക് മൂവ് ചെയ്യുകയാണ്. ഓക്കെ, ഷിഫ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇതാണ് നെഗറ്റീവ് ക്ലാമ്പർ, ഇതെന്താണ് പോസിറ്റീവ് ക്ലാമ്പർ. സോ രണ്ട് ടൈപ്പ് ക്ലാമ്പേഴ്സ് ഉണ്ട്. പോസിറ്റീവ് ക്ലാമ്പർ ആണെങ്കിൽ പോസിറ്റീവ് പാർട്ടിലേക്ക്, അതായത് DC ആഡ് ചെയ്യുന്നത് പോസിറ്റീവ് വോൾട്ടേജ് ആയിരിക്കും, സോ അത് മുകളിലേക്ക് പോകും. നെഗറ്റീവ് ക്ലാമ്പർ ആണെങ്കിൽ താഴോട്ടേക്ക്. ഓക്കെ, ഇതാണ് ബേസിക് ആയിട്ടുള്ള ക്ലാമ്പറിൻ്റെ കൺസെപ്റ്റ്, പോസിറ്റീവ് ക്ലാമ്പർ ആൻഡ് നെഗറ്റീവ് ക്ലാമ്പർ. അപ്പോൾ എങ്ങനെയാണ് ഇത് ക്ലാമ്പ് ആവുന്നത് എന്നുള്ളത് നോക്കാം. ഓക്കെ, സിമ്പിളായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ, ഒരു സിഗ്നൽ കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ കൂടെ നമുക്കൊരു DC ആഡ് ചെയ്യുകയാണെങ്കിൽ ഇത് ക്ലാമ്പ് ചെയ്യും. ഈ DCയും ഇവിടുത്തെ ACയും ആഡ് ചെയ്തിട്ടാണ് നമുക്ക് AC + DC എന്നുള്ള രീതിയിൽ കിട്ടുക. ഓക്കെ, ഇതാണ് നമ്മൾ വേറൊരു മെത്തേഡിലൂടെ യൂസിങ് ഡയോഡും അതേപോലെ തന്നെ കപ്പാസിറ്ററും വെച്ചിട്ട് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ,
സോ ഇത് ബേസിക് ഡയോഡ് ക്ലാമ്പറിൻ്റെ ഒരു ബ്ലോക്ക് വെച്ചിട്ട് കാണിച്ചിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇൻപുട്ടാണിത്. ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം 0 ലെവലാണ്. ഇവിടെ ഈ 0 ലെവലിൽ ഇവിടെ VM, ഇവിടെ VM അല്ലേ. സോ 2VM എന്നുള്ള രീതിയിലാണ് ഇവിടെ കിട്ടുക. ഓക്കെ, ഇത് പ്രാക്ടിക്കൽ കേസാണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു 0.7 ഡ്രോപ്പ് വരും, നമ്മുടെ ഡയോഡിൻ്റെ ഡ്രോപ്പ് വരും. അത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നെക്സ്റ്റ് സ്ലൈഡുകളിൽ പറയാം. ഓക്കെ, സോ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് AC പ്ലസ് DC. ഓക്കെ, സോ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് പോസിറ്റീവ് ക്ലാമ്പർ സർക്യൂട്ടാണ്. പോസിറ്റീവ് ക്ലാമ്പർ സർക്യൂട്ട്. ഓക്കെ, ഇതിൽ നമ്മൾ രണ്ട് രീതിയിൽ അനലൈസ് ചെയ്യുന്നുണ്ട്. ഒന്ന് ഐഡിയൽ ഡയോഡ് എന്നുള്ള കൺസെപ്റ്റിലും രണ്ടാമത്തത് പ്രാക്ടിക്കൽ കൺസെപ്റ്റും. ഓക്കെ, സോ ഇവിടെ നോക്കുക, ഇത് പോസിറ്റീവ് ക്ലാമ്പർ എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. നമുക്ക് എങ്ങനെയാണ് കിട്ടിയതെന്ന് നോക്കാം. ഇത് പോസിറ്റീവ് ക്ലാമ്പർ ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു കാര്യം ആലോചിച്ചാൽ മതി. ഡയോഡിൻ്റെ ഈ ആരോ മാർക്ക് മുകളിലോട്ടേക്കാണ് ഡിനോട്ട് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് മീൻസ് അത് പോസിറ്റീവ് ക്ലാമ്പറാണ്. ഓക്കെ, ക്ലാമ്പർ സർക്യൂട്ടിൽ ഡയോഡിൻ്റെ ഈ ആരോ മാർക്ക് മുകളിലോട്ടേക്കാണ് പോയിന്റ് ചെയ്യുന്നതെങ്കിൽ അത് പോസിറ്റീവ് ക്ലാമ്പറാണ്. ഓക്കെ, പോസിറ്റീവ് ക്ലാമ്പർ എന്നുള്ളത് ആലോചിക്കുക. ആരോ മാർക്ക് താഴോട്ടേക്കാണ് വരുന്നതെങ്കിൽ അത് നെഗറ്റീവ് ക്ലാമ്പറാണ്. ഓക്കെ, ഈ ആരോ മാർക്ക് നേരെ തിരിച്ചാണ് വരുന്നതെങ്കിൽ അത് നെഗറ്റീവ് ക്ലാമ്പറാണ്. സോ ഇതൊരു പോസിറ്റീവ് ക്ലാമ്പറാണ്. നോക്കുക, നിങ്ങൾ ഇൻപുട്ട് ഇതാണ്, ഔട്ട്പുട്ട് എന്ന് പറയുന്നത് പോസിറ്റീവ് പാർട്ടിലേക്ക് പോകുന്നു. 2VM എന്നുള്ള രീതിയിൽ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ഓക്കെ, ഇതിനി നമുക്ക് മാത്തമാറ്റിക്കലി എങ്ങനെയാണ് 2VM കിട്ടുന്നത് നോക്കാം. ഓക്കെ, അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ഏത് ഹാഫ് സൈക്കിളാണ്, ഇവിടെ നമുക്ക് പോസിറ്റീവ് ഹാഫ് സൈക്കിളുണ്ട്, നെഗറ്റീവ് ഹാഫ് സൈക്കിളുണ്ട്. ഇൻപുട്ടിൻ്റെ ഏത് ഹാഫ് സൈക്കിളിലാണ് ഈ ഡയോഡ് ഫോർവേഡ് ബയസ് ആകുന്നത് നോക്കാം. ഇൻപുട്ടിൻ്റെ ഏത് ഹാഫ് സൈക്കിളിലാണ് ഡയോഡ് ഫോർവേഡ് ബയസ് ആകുന്നത് നോക്കാം. ഓക്കെ, സോ ഞാൻ ഈ ഫിഗർ ഒന്ന് മാറ്റി വരയ്ക്കാണ്. ഇവിടെ കപ്പാസിറ്റർ, ഡയോഡ്. ഓക്കെ, ഈ ഡയോഡിനെ ഫോർവേഡ് ബയസ് ആക്കുക. ഇവിടെ നെഗറ്റീവും ഇവിടെ പോസിറ്റീവും വരുമ്പോഴാണ്, മീൻസ് നെഗറ്റീവ് ഹാഫ് സൈക്കിളാണ് ഇത് ഫോർവേഡ് ബയസ് ആവുക. ഫോർവേഡ് ബയസ് ആകുന്ന സമയത്ത് ഈ ഡയോഡിലൂടെ കറണ്ട് ഇങ്ങനെയാണ് ഫ്ലോ ചെയ്യുക. സപ്പോസ് ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് VM ആണെങ്കിൽ ഇതുവഴി ഡയോഡ് വഴി ഈ കപ്പാസിറ്ററിനെ ഇത് ചാർജ് ചെയ്യും. സോ ഇവിടെ പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവ് എന്നുള്ള രീതിയിൽ ഇതിൻ്റെ ഡയറക്ഷൻ നമുക്ക് മാർക്ക് ചെയ്യാം അല്ലേ. കപ്പാസിറ്ററിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെ മാർക്ക് ചെയ്യാം. അപ്പോൾ ഇവിടുത്തെ വോൾട്ടേജ് VC എന്ന് പറഞ്ഞ് റെപ്രസെൻ്റ് ചെയ്തെന്ന് വിചാരിക്കുക, വോൾട്ടേജ് ക്രോസ് കപ്പാസിറ്റർ. ഓക്കെ, സോ ഇതാണ് ഫസ്റ്റ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. എന്താണ്, ഏത് ഹാഫ് സൈക്കിളിലാണ് ഡയോഡ് ഫോർവേഡ് ബയസ് ആകുന്നത് നോക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇതിനനുസരിച്ച് പൊളാരിറ്റി മാർക്ക് ചെയ്യുക, കപ്പാസിറ്ററിൻ്റെ പൊളാരിറ്റി മാർക്ക് ചെയ്യുക. ഓക്കെ, ദെൻ ഞാൻ ഫസ്റ്റ് ലൂപ്പ് ഇക്വേഷൻ എഴുതാൻ പോവാണ്. പ്ലസ് മൈനസ് VM എന്നുള്ള രീതിയിൽ ഞാൻ എടുക്കുന്നു. മൈനസ് പ്ലസ് ആണ്, ദാറ്റ് മീൻസ് VC എന്നുള്ള രീതിയിൽ എടുക്കുന്നു. ദെൻ ഇവിടെയാണെങ്കിൽ ഐഡിയൽ കേസാണ്. സോ ഐഡിയൽ കേസാണ് എടുക്കുന്നതെങ്കിൽ ഡയോഡ് വോൾട്ടേജ് ഡ്രോപ്പ് ഒന്നും തന്നെ ഡയോഡിനെ ക്രോസ് ആയിട്ടുണ്ടാവില്ല. സോ നമുക്ക് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞെടുക്കാം. ഐഡിയൽ ആണെങ്കിൽ ഇവിടുത്തെ വോൾട്ടേജ് ഡ്രോപ്പ് 0 ആയിരിക്കും. സോ നമുക്ക് എന്താണ് കിട്ടുക, VC എന്ന് പറയുന്നത് വോൾട്ടേജ് ക്രോസ് VC എന്ന് പറയുന്നത് വിച്ച് ഇസ് ഈക്വൽ ടു VM ആണ്. ഇത് അധികം ആലോചിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഇൻപുട്ട് വോൾട്ടേജിൻ്റെ മാക്സിമം വോൾട്ടേജിലേക്ക് ഈ കപ്പാസിറ്റർ ചാർജ് ചെയ്യുമെന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ, ഇൻപുട്ട് വോൾട്ടേജിൻ്റെ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് VM ആണ്. ആ VMലേക്ക് കപ്പാസിറ്റർ ചാർജ് ചെയ്യും. അതാണ് VC ഈക്വൽ ടു VM എന്നുള്ള രീതിയിൽ കിട്ടുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. ഓക്കെ, അടുത്തത് എന്താണെന്ന് വെച്ചാൽ ഡ്യൂറിങ് നെഗറ്റീവ് ഹാഫ് സൈക്കിളാണ് നമ്മൾ പറഞ്ഞത്, ഡ്യൂറിങ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ. ഓക്കെ, പോസിറ്റീവ് ഹാഫ് വരുമ്പോൾ എന്താ സംഭവിക്കുക, പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്ന സമയത്ത് ഞാൻ അഗെയിൻ ഫിഗർ മാറ്റി വരയ്ക്കാണ്.
ഇവിടെ കപ്പാസിറ്റർ വി ഔട്ട് എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്യുന്നു, പോസിറ്റീവ് നെഗറ്റീവ്. ഓക്കെ, ഇവിടുത്തെ വോൾട്ടേജ് ഇവിടെ പ്ലസ് ഇവിടെ മൈനസ് ആണ്. ഇവിടുത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ നെഗറ്റീവ് ഹൗസ് സൈക്കിളിൽ ഈ കപ്പാസിറ്ററിനെ ചാർജ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഈ ചാർജ് ഡിസ്ചാർജ് ആവില്ല. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റിൽ പറഞ്ഞത്, ടൈം കോൺസ്റ്റന്റ് കൂടുതലാണെന്നുള്ള രീതിയിൽ പറഞ്ഞത്. സോ ഇത് ഡിസ്ചാർജ് ആവില്ല. ഏത് സമയത്താണോ ചാർജ് ചെയ്യുന്ന പൊളാരിറ്റി, ആ പൊളാരിറ്റിനെ അവിടെ ഹോൾഡ് ചെയ്ത് വരും. ഓക്കെ, സെയിം പൊളാരിറ്റി തന്നെ ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇവിടുത്തെ പൊളാരിറ്റി പ്ലസ് മൈനസ് എന്നുള്ള രീതിയിൽ തന്നെ കാണിച്ചത്. സോ ഇവിടെ ഇപ്പോൾ വോൾട്ടേജ് ഉണ്ടാവുക നേരത്തെ ചാർജ് ചെയ്തിരിക്കുന്ന VM എന്ന് പറഞ്ഞ വോൾട്ടേജ് ആയിരിക്കും. ഓക്കെ, സോ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഞാൻ ലൂപ്പ് ഇക്വേഷൻ എഴുതാൻ പോവാണ്. ഇവിടെ നമുക്ക് ഡയോഡ് ഓപ്പൺ സർക്യൂട്ട് ആയിരിക്കും. സോ അതുകൊണ്ടാണ് ഡയോഡിനെ കാണിക്കാതിരുന്നത്. ഓക്കെ, ഇവിടെ ഇത് ഓപ്പൺ സർക്യൂട്ട് ആയിട്ടാണ് വരിക. സോ ഡയോഡ് ഇല്ല. ഓക്കെ, സോ ലൂപ്പ് ഇക്വേഷൻ എഴുതാണ്. എന്താണ് വരിക? ഇവിടുത്തെ വോൾട്ടേജ് VM ആണ്. മൈനസ് പ്ലസ് ഞാൻ പോസിറ്റീവ് ആയിട്ട് എടുത്തു, VM. അഗെയിൻ മൈനസ് പ്ലസ് പോസിറ്റീവ് ആയിട്ട് തന്നെ എടുത്തു, VC. പ്ലസ് മൈനസ്, സോ ഞാൻ അതിനെ മാറ്റി V ഔട്ട് എന്നുള്ള രീതിയിൽ എടുത്തു, which is equal to 0. So V out equal to VM plus VC. ഓക്കെ, വി സിയിൽ ഇപ്പോഴും എന്താണ് ചാർജ് ഉള്ളത്? വി സിയിൽ ചാർജ് ചെയ്തിരിക്കുന്ന വോൾട്ടേജ് VM ആണ്. സോ നമുക്ക് എന്താ കിട്ടുക? VM പ്ലസ് VM which is equal to 2VM. ഇതാണ് നമുക്ക് കിട്ടുക. ഓക്കെ, നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ നമുക്ക് എന്ത് കിട്ടി? സോറി, പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ നമുക്ക് എന്ത് കിട്ടി? 2VM എന്നുള്ള ഔട്ട്പുട്ട് കിട്ടി. അതാണ് നമുക്കിവിടെ കാണാൻ കഴിയുക. ഓക്കെ, ഇതാണ് 2VM. ഓക്കെ, സോ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, അതായത് അല്ലെങ്കിൽ ഇങ്ങനെ ഗ്രാഫ് വരയ്ക്കാം. കപ്പാസിറ്റർ എത്രയാണോ ചാർജ് ചെയ്യുന്ന വോൾട്ടേജ് അത് നമ്മൾ DC ലെവലായിട്ട് സെറ്റ് ചെയ്യും. പിന്നെ ഓക്കെ, അതായത് കപ്പാസിറ്റർ ചാർജ് ചെയ്തിരിക്കുന്ന VM ആണ്. ഓക്കെ, ഇതാണ് VM എന്ന് വിചാരിക്കുക. ഈ VMൽ നിന്ന് പോസിറ്റീവ് മുകളിലോട്ടേക്ക് VM കാണിക്കുക, താഴോട്ടേക്ക് VM. ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഫിഗർ ഈസി ആയിട്ട് വരക്കാം. ഓക്കെ, സോ ഇവിടുത്തെ വോൾട്ടേജ് 2VM. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്ന വോൾട്ടേജ് VC ഈക്വൽ ടു VM എന്നുള്ള രീതിയിലാണ് കിട്ടുക. ഔട്ട്പുട്ട് വോൾട്ടേജ് 2VM ആണ്. നമ്മൾ ഒരു സൈൻ വേവ് എടുക്കുന്നു. സൈൻ വേവ്, സപ്പോസ് സൈൻ വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് 10 വോൾട്ടേജ് ആണെന്ന് വിചാരിക്കുക. ഇവിടെ -10. അങ്ങനെയാണെങ്കിൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 20 വോൾട്ടേജിൽ സ്വിങ് ചെയ്യും. ഓക്കെ, 20 വോൾട്ടേജ് ആയിരിക്കും ഇവിടെ കിട്ടുക. അതാണ് 2VM എന്നുള്ള രീതിയിൽ പറഞ്ഞത്. അപ്പം ഇതാണ് ഐഡിയൽ കേസ്. ഓക്കെ, സോ ഐഡിയൽ കേസിൽ നമ്മൾ ഇൻപുട്ട് സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് സിഗ്നൽ ഈ രീതിയിൽ കിട്ടും. ഇനി ഇതിൻ്റെ നമ്മൾ ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് വരയ്ക്കുന്ന സമയത്ത് ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് ഇൻപുട്ടും ഔട്ട്പുട്ടും എന്താണ്? വേവ് ഷേപ്പ് സെയിം ആണ് അല്ലേ? പകരം എന്തേ സംഭവിക്കുള്ളൂ? നേരത്തെ ട്രാൻസ്ഫർ ക്യാര വരയ്ക്കുന്ന സമയത്ത് ഇങ്ങനെയാണ് ഉണ്ടാവുക അല്ലേ? നോർമൽ കേസിൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇത് VM ആണെങ്കിൽ ഇത് VM അല്ലേ? അങ്ങനെയാണ് ഉണ്ടാവുക, ക്ലാമ്പ് ഒന്നും ചെയ്തിട്ടില്ല എങ്കിൽ. ഇപ്പോൾ ക്ലാമ്പ് ചെയ്യുന്ന സമയത്ത് എന്താണ് കിട്ടുക? നമ്മളെ ലെവല് മാറി അല്ലേ? VMലേക്ക് മാറി. അപ്പോൾ നമുക്ക് കിട്ടുക ഇങ്ങനെയായിരിക്കും. ഇവിടെ 20 വോൾട്ടേജ് ആവും, അല്ലെങ്കിൽ 2VM ആവും. ഓക്കെ, ഇത് സ്ട്രെയിറ്റ് ആണ് വരിക. ഇവിടുത്തെ വോൾട്ടേജ് എന്തായിരിക്കും? VM. ഓക്കെ, ഇതാണ് ട്രാൻസ്ഫർ ക്യാര വരിക. V ഔട്ടും നമ്മുടെ ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള റിലേഷൻ വരയ്ക്കുമ്പോൾ. ഓക്കെ, സോ ഇതാണ് ട്രാൻസ്ഫർ ക്യാര. ക്ലിയർ ആണല്ലോ? നമുക്ക് പ്രാക്ടിക്കൽ കേസ് നോക്കാം. സെയിം സർക്യൂട്ടിന് പ്രാക്ടിക്കൽ കേസ് വരയ്ക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലൂപ്പ് ഇക്വേഷൻ എഴുതുക. ഓക്കെ, ലൂപ്പ് ഇക്വേഷൻ എഴുതുക. ഇവിടെ കപ്പാസിറ്റർ
ഇവിടെ ഡയോഡ് ഏത് ഹാഫ് സൈക്കിളിലാണ് ഇതിനെ ഫോർവേഡ് ബയസ് ആക്കുക എന്നുള്ളത് നോക്കുക. സോ ദാറ്റ് ഈസ് ഇങ്ങനെയാണ് വരിക. ഇവിടുത്തെ പൊളാരിറ്റി പോസിറ്റീവ് നെഗറ്റീവ് അല്ല, ഇതിൻ്റെ പൊളാരിറ്റി നെഗറ്റീവ് പോസിറ്റീവ്. വി ഡി എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്യുന്നു, വി സി എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്യുന്നു. സോ ലൂപ്പിക്കേഷൻ വരെ ഇങ്ങനെയാണ്. പ്ലസ് മൈനസ് വി എം മൈനസ് വി സി മൈനസ് പ്ലസ് ആണ് മൈനസ് വി ഡി ഈക്വൽ ടു 0. സോ വി സി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. വി സി ഈക്വൽ ടു വി എം മൈനസ് വി ഡി. സോ നമ്മളെ വി എം എന്ന് പറയുന്നത് സപ്പോസ് ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് 10 വോൾട്ടേജ് ആണെങ്കിൽ 10 മൈനസ് 0.6 എടുക്കുകയാണെങ്കിൽ വി ഡി വോൾട്ടേജ് ക്രോസ് ഡയോഡ് ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ 9.4 വോൾട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്ന വോൾട്ടേജ് വി സി എന്ന് പറയുന്നത് 9.4 വോൾട്ടേജ് ആണ്. ഓക്കെ, അടുത്തെന്താണ് നമ്മൾ ഡ്യൂറിങ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ. ഡ്യൂറിങ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ നമ്മൾ അഗൈൻ ഫിഗർ വരയ്ക്കുന്നു. ഔട്ട്പുട്ട് ആണ് ഇക്വേഷൻ. പോസിറ്റീവ് നെഗറ്റീവ്. ഓക്കെ, സോ ഇവിടെ എന്താണ് വരിക? പോസിറ്റീവ് നെഗറ്റീവ്, ഇവിടെ നെഗറ്റീവ് പോസിറ്റീവ് വി സി വി എം. സോ ലൂപ്പിക്കേഷൻ വരെ ഇങ്ങനെയാണ്. മൈനസ് പ്ലസ് വി എം മൈനസ് പ്ലസ് വി സി പ്ലസ് മൈനസ് വി ഔട്ട് ഈക്വൽ ടു 0 അല്ലേ. വി എം എന്ന് പറയുന്നത് എത്രയാണ്? 10 ആണ്. ഓക്കെ, പ്ലസ് വി സി എത്രയാണ്? നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് 9.4 വോൾട്ട് ഈക്വൽ ടു വി ഔട്ട്. ദാറ്റ് ഈസ് വി ഔട്ട് ഈസ് ഈക്വൽ ടു 19.4. ഇല്ല, ഞാൻ ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് 10 ആയിട്ട് എടുത്തു. 19.4. നേരത്തെ ഐഡിയൽ കേസ് ആണെങ്കിൽ എത്രയായിരുന്നു കിട്ടിയ? 20 വോൾട്ട്. ഇവിടെ എന്തായി? 19.4 ആയി. സോ നമ്മൾ ഔട്ട്പുട്ട് വേവ് എങ്ങനെയാണ് വരിക? ഔട്ട്പുട്ട് വേവ് വരയ്ക്കുന്ന സമയത്ത് നമ്മൾ 19.4 എന്ന് പറയുന്ന ആ പോയിന്റിൽ മാക്സിമം വോൾട്ടേജ് വരക്കണം. 19.4. അപ്പോൾ നമ്മൾ 19.4 എന്നുള്ള രീതിയിൽ വരയ്ക്കുന്നു. ഓക്കെ, ഇത് താഴോട്ടേക്ക് എത്ര വരെ പോവും? നമ്മളെ മൊത്തം ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് 20 വോൾട്ടേജ് ആണ്. മുകളിലത്തെ പീക്ക് മുതൽ ഈ പീക്ക് വരെയുള്ള വാല്യൂ എന്ന് പറയുന്നത് 20 വോൾട്ടേജ് ആണ്. ഓക്കെ, സോ 19.4 ആണ് നമ്മളെ ടോപ്പ് പീക്ക് വരികയാണെങ്കിൽ അത് നമുക്ക് 0.6 വരെ പോയാൽ മാത്രമേ 20 ആവുള്ളൂ. സോ ഇവിടെ നമുക്ക് കിട്ടുക 0.6 എന്ന് പറയുന്ന വാല്യൂ ആണ്. 0.6 വോൾട്ടേജ് ആണ്. 19.4 പ്ലസ് 0.6 എത്രയായി? 20 വോൾട്ട്. ടോട്ടൽ എന്തായി? 20 വോൾട്ടേജ് ആയി. ഓക്കെ, സോ ഇതാണ് പ്രാക്ടിക്കൽ കേസ്. 19.4 വോൾട്ടേജ്. ക്ലിയർ ആണല്ലോ? നമ്മൾ പ്രാക്ടിക്കൽ കേസാണ് നമുക്ക് അധികവും എക്സാമിനൊക്കെ ചോദിക്കാം. ഓക്കെ, ഐഡിയൽ കേസ് അല്ല, പ്രാക്ടിക്കൽ കേസ്. അപ്പോൾ ഡയോഡിൻ്റെ ഡ്രോപ്പ് കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പം നമുക്ക് ഈക്വേഷൻ ഇങ്ങനെയാണ് വരിക. ഇനി നമ്മൾ ട്രാൻസ്ഫർ ക്യാര വരക്കുമ്പോഴും ഈ 0.6ൻ്റെ ആ ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചാൽ മതി. അതായത് എങ്ങനെയാണ് വരിക? നമ്മൾ ട്രാൻസ്ഫർ ക്യാര വരക്കുന്ന സമയത്ത് നേരത്തെ നമ്മൾ 0യിൽ ഇൻ്റർസെക്റ്റ് ചെയ്തായിട്ട് കാണിക്കുക. അപ്പോൾ അതിന് പകരം ഒരു ചെറിയൊരു പാർട്ട് 0.6 വോൾട്ടേജ് എന്തുണ്ടാവും? ഇവിടെ നെഗറ്റീവിലുണ്ടാവും. ബാക്കി സെയിം തന്നെ. ടോട്ടൽ എന്ന് പറയുന്നത് 20 ആയിരിക്കും. അപ്പോൾ ഇവിടെ ഒരു 0.6 ഉണ്ടാവും. നമ്മളെ ലെവൽ വരുക 9.4ലാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, സോ ഇതാണ് നമ്മുടെ പോസിറ്റീവ് ക്ലാമ്പർ, ബേസിക് പോസിറ്റീവ് ക്ലാമ്പർ, ബയസിംഗ് ഒന്നും കൊടുക്കാതെ പോസിറ്റീവ് ക്ലാമ്പർ സർക്യൂട്ട്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പോസിറ്റീവ് ക്ലാമ്പർ വിത്ത് പോസിറ്റീവ് റെഫറൻസ് ആണ്. ഓക്കെ, പോസിറ്റീവ് ക്ലാമ്പർ വിത്ത് പോസിറ്റീവ് റെഫറൻസ് ആണ്. അപ്പോൾ അഗൈൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ലൂപ്പിക്കേഷൻ എഴുതാൻ പോവാണ്.
ഞാനിവിടെ 3 വോൾട്ട് എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, സോ അഗെയിൻ നമ്മൾ നോക്കേണ്ടത് ഈ ഡയോഡ് ബേസിക് എന്താണ് ക്ലാമ്പർ നോക്കുക. ഈ ഡയോഡ് ഏത് ഹാഫ് സൈക്കിളിലാണ് ഫോർവേഡ് ബയസ് ആവാൻ നോക്കുക. ദാറ്റ് മീൻസ് ഇവിടെ നെഗറ്റീവ് ഹാഫ് സൈക്കിളിലാണ്. സോ ഈ രീതിയിലാണ് നമ്മൾ മാർക്ക് ചെയ്യുക. വി സി അഗെയിൻ നേരത്തെ പോലെ തന്നെ കപ്പാസിറ്റർ അല്ലെ, കറണ്ട് ഇങ്ങനെയാണ് ഫ്ലോ ചെയ്യുക. സോ കപ്പാസിറ്റർ പോസിറ്റീവ് ഇവിടെ, നെഗറ്റീവ് ഇവിടെ, ബാക്കിയൊക്കെ സെയിം തന്നെ. നമ്മൾ ലൂപ്പ് ഇക്വേഷൻ എഴുതാൻ പോവാണ്. പ്ലസ് മൈനസ് ഞാൻ പോസിറ്റീവ് ആയിട്ട് എടുക്കുന്നു. വി എം മൈനസ് വി സി ദെൻ മൈനസ് വി ഡി അല്ലേ, മൈനസ് വി ഡി പ്ലസ് 3 ഈക്വൽ ടു 0. പ്ലസ് മൈനസ് പോസിറ്റീവായിട്ട് എടുത്തു, മൈനസ് പ്ലസിനെ നെഗറ്റീവായിട്ട് എടുത്തു, മൈനസ് പ്ലസിനെ നെഗറ്റീവായിട്ട് എടുത്തു, പ്ലസ് മൈനസിനെ പോസിറ്റീവായിട്ട് എടുത്തു. അപ്പോൾ വി എം എത്രയാണ്? ഞാൻ 10 ആയിട്ട് എടുക്കുന്നു എന്ന് വിചാരിക്കുക. 10 മൈനസ് വി സി മൈനസ് 0.6 പ്ലസ് 3 ഈക്വൽ ടു 0. That is VC equal to 10 minus 0.6 plus 3. 0.6 plus 3. That is 13 minus 0.6, 12.4 volt. 12.4 volt ആണ് വി സി കിട്ടുക. അതായത് കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്നത് 12.4 വോൾട്ടേജിലാണ്. ഇനി എന്താണ്, വീണ്ടും നമ്മൾ ലൂപ്പ് ഇക്വേഷൻ എഴുതാൻ പോവാണ്. പോസിറ്റീവ് ഹാഫ് സൈക്കിളിന് അല്ലേ, പോസിറ്റീവ് ഹാഫ് സൈക്കിളിന് ലൂപ്പ് ഇക്വേഷൻ എഴുതാൻ പോവാണ്. പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഡയോഡ് റിവേഴ്സ് ബയസ് ആണ്. ബാക്കി പിന്നെ ഒന്നും നോക്കണ്ടില്ല. നമ്മൾ ലൂപ്പ് ഇക്വേഷൻ എഴുതാൻ പോവാണ്. വി എം വി സി അല്ലേ, മൈനസ് പ്ലസ് വി എം പോസിറ്റീവായിട്ട് എടുക്കുന്നു. ദെൻ ഇവിടുത്തെ പൊളാരിറ്റി സെയിം തന്നെയാണ് നേരത്തെ. സോ പ്ലസ് വി സി അല്ലേ, മൈനസ് പ്ലസ് മൈനസ് പ്ലസ് ദെൻ പ്ലസ് മൈനസ് വി ഔട്ട് ഈക്വൽ ടു 0. സോ വി എം എന്ന് പറയുന്നത് 10 ആണ്, വി സി എന്ന് പറയുന്നത് 12.4 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു വി ഔട്ട്. സോ വി ഔട്ട് ഈക്വൽ ടു 22.4 വോൾട്ട്. അപ്പം നമുക്ക് ഔട്ട്പുട്ട് വരിക, ഇതിൻ്റെ പീക്ക് വരുന്നത് 22.4ലാണ്. 22.4. ഓക്കെ, സോ നമ്മുടെ പീക്ക് വാല്യൂ വരുന്നത് 22.4 ആണ്. ഓക്കെ, അവിടുന്ന് നമ്മൾ 12.4ല് ഇങ്ങനെയാണ് നമുക്ക് വേവ് ഫോം വരിക. ഇത് 12.4 കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്ന വോൾട്ടേജ്, അവിടുന്ന് 10 മുകളിലോട്ട് 10 താഴോട്ടേക്ക്. അപ്പോൾ ഇവിടെ എന്താണ് വരിക? 2.4 വോൾട്ട് അല്ലേ. ഇവിടെ 2.4, ഇവിടെ 22.4, ടോട്ടൽ എന്താവും? 20 വരും. മൊത്തം 20 വോൾട്ട്. ഇവിടെ ടോപ്പ് പീക്ക് 22.4, ബോട്ടം പീക്ക് 2.4 വോൾട്ട്. അപ്പോൾ നമ്മൾ ഒരു പോസിറ്റീവ് സപ്ലൈ കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? ഇതിനെ ഡി സി ലെവൽ കുറച്ചും കൂടി കൂട്ടാൻ പറ്റി അല്ലേ. അപ്പോൾ ഇതാണ് ലെവല്. ഓക്കെ, ഇത് ഐഡിയൽ കേസാണ് കാണിച്ചിരിക്കുന്നത്. നമ്മളൊരു വാല്യൂ വെച്ചിട്ട്, അതായത് വി എം എന്ന് പറയുന്ന 10 വോൾട്ടേജ് വെച്ചിട്ട് നമ്മൾ ചെയ്ത് കണ്ടുപിടിച്ചതാണിത്. ഓക്കെ, ഇനി ഇതേ സർക്യൂട്ടിൽ നമ്മൾ പൊളാരിറ്റി മാറ്റി കൊടുക്കുന്നതായിരിക്കും. പോസിറ്റീവ് നെഗറ്റീവിന് പകരം നെഗറ്റീവ് പോസിറ്റീവ് കൊടുക്കുന്നതായിരിക്കും. അതായത് പൊളാരിറ്റി ഇന്റർചേഞ്ച് ചെയ്തു. സോ പോസിറ്റീവ് ക്ലാമ്പർ വിത്ത് നെഗറ്റീവ് റെഫറൻസ്. ഓക്കെ, സോ അഗെയിൻ നമ്മൾ ലൂപ്പ് ഇക്വേഷൻ എഴുതാണ്. ഇവിടെ ലൂപ്പ് ഇക്വേഷൻ എഴുതുന്ന സമയത്ത് ഈ വോൾട്ടേജ് എടുക്കുന്നതിൽ മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ, ബാക്കിയൊക്കെ സെയിം ആയിരിക്കും. നെഗറ്റീവ് പോസിറ്റീവ് ആവും. ഓക്കെ, സോ ലൂപ്പ് ഇക്വേഷൻ വരിക 3 വോൾട്ട് പ്ലസ് മൈനസ് അല്ലേ, ഇങ്ങനെ തന്നെയല്ലേ ചാർജിങ് ഒക്കെ, അതൊക്കെ സെയിം തന്നെയാണ്. സോ ലൂപ്പ് ഇക്വേഷൻ പ്ലസ് മൈനസിനെ പോസിറ്റീവായിട്ട് എടുത്തു,
minus VC minus VD minus 3 equal to 0. Okay, VM 10 ആയിട്ട് എടുത്തു. 10 minus VC minus 0.6 minus 3 equal to 0. So VC equal to 10 minus 0.6 minus 3. So which is equal to 6.4 volt. 6.4 3M 9.4 plus 0.6. Okay, ready? 6.4 volt. Okay. Next VC നമുക്ക് കിട്ടി, കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്ന വോൾട്ടേജ് കിട്ടി. ഇനി എന്താണ്? അഗൈൻ ഇക്വേഷൻ എഴുതാണ്. VC പോസിറ്റീവ് പൊളാരിറ്റി ആണ്, പ്ലസ് മൈനസ് വി ഔട്ട്, ഇത് പ്ലസ് മൈനസ് ആണ് വി എം അല്ലേ. ലൂപ്പിക്കേഷൻ എന്ന് പറയുന്നത് വി എം പ്ലസ് വി സി മൈനസ് വി ഔട്ട് ഈക്വൽ ടു 0. സോ വി എം 10 ആയിട്ട് എടുക്കുന്നു, വി സി 6.4 ആയിട്ട് എടുക്കുന്നു, വിച്ച് ഈസ് ഈക്വൽ ടു വി ഔട്ട്. സോ വി ഔട്ട് ഈക്വൽ ടു 16.4 volt. വി ഔട്ട് ഈക്വൽ ടു 16.4 volt. അപ്പം നമ്മൾ ഇക്വേഷൻ ഗ്രാഫ് എങ്ങനെയാണ് വരിക? ഇവിടെ 16.4 എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്യുക. പീക്ക് അതാണ് വരിക. നമ്മുടെ കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്ന വോൾട്ടേജ് 6.4 volt ആണ്. അവിടുന്ന് നമ്മൾ മുകളിലോട്ടേക്കും താഴോട്ടേക്കും വരയ്ക്കുക. ഓക്കെ, ഇവിടെ എന്താണ് വരിക? 16.4 20 മൈനസ് 16.4 എത്രയാണ് വരിക? 20 മൈനസ് 16.4 അല്ലേ. സോ 3.6 വരും അല്ലേ. 3.6 താഴോട്ടേക്ക് വരും, 16.4 മുകളിൽ. ഓക്കെ, സോ ടോട്ടൽ എന്ന് പറയുന്നത് 20 ആയിരിക്കും. ഇത് ടോട്ടൽ നോക്കുവാണെങ്കിൽ 20 വോൾട്ടേജ്. ഓക്കെ, ശരിയല്ലേ? ഓക്കെ, ഇതാണ് നെഗറ്റീവ് വോൾട്ടേജ് വരുമ്പോഴുള്ള ഔട്ട്പുട്ട്. ഓക്കെ, 16.4 ആണ് ടോപ്പിൽ വരുന്നത്, താഴെ 3.6. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് അടുത്ത ക്ലാമ്പറിലേക്ക് പോവാം. നെഗറ്റീവ് ക്ലാമ്പർ. ഓക്കെ, സോ നെഗറ്റീവ് ക്ലാമ്പർ ആണെങ്കിൽ നമ്മൾ ലൂപ്പിക്കേഷൻ എടുക്കുന്ന സമയത്ത് എന്താണ് ചെയ്യേണ്ടത്? ഏത് ഹാഫ് സൈക്കിളാണ് ഫോർവേഡ് ബയസ് ആണെന്ന് നോക്കണം അല്ലേ. അതായത് ഇവിടെ പോസിറ്റീവ് സിഗ്നൽ വരുമ്പോഴാണ് ഇത് ഫോർവേഡ് ബയസ് ആവുക, പോസിറ്റീവ് നെഗറ്റീവിലാണ് ഫോർവേഡ് ബയസ് ആവുക. ലൂപ്പിക്കേഷൻ ഇങ്ങനെയാണ് വരിക. ലൂപ്പിക്കേഷൻ ഇവിടെ പോസിറ്റീവ് നെഗറ്റീവ് വി എം വി സി ഇവിടെ അല്ലേ. ഞാൻ ഐഡിയൽ കേസാണ് എടുക്കുന്നത്. സോ ഇങ്ങനെയാണ് കറണ്ട് ഫ്ലോ ഉണ്ടാവുക അല്ലേ. സോ ഇവിടെ പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവ്. സോ ലൂപ്പിക്കേഷൻ വരിക മൈനസ് പ്ലസ് വി എം മൈനസ് വി സി ഈക്വൽ ടു 0. സോ വി സി ഈക്വൽ ടു വി എം, ഐഡിയൽ കേസ്. ഓക്കെ, വി സി ഈക്വൽ ടു വി എം. ഇത് ഐഡിയൽ കേസ് ആകുമ്പോൾ ഡയോഡ് ഡ്രോപ്പ് ഉണ്ടാവില്ല. ദെൻ ഡ്യൂറിങ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ആണെങ്കിൽ ഇവിടെ നെഗറ്റീവ് പോസിറ്റീവ്, കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്ന പൊളാരിറ്റി പോസിറ്റീവ് നെഗറ്റീവ് എന്നുള്ള രീതിയിലാണ്. സോ ഔട്ട്പുട്ട് ഇക്വേഷൻ വി ഔട്ട് അല്ലേ. സോ ഇക്വേഷൻ വരിക ഇവിടെ വി എം പ്ലസ് വി സി മൈനസ് വി ഔട്ട്, ഇവിടെ പ്ലസ് വി ഔട്ട് ഈക്വൽ ടു 0. ദാറ്റ് ഈസ് വി ഔട്ട് ഈക്വൽ ടു മൈനസ് ഓഫ് വി എം പ്ലസ് വി സി അല്ലേ. സോ വി എമ്മിൻ്റെ വാല്യൂ നമ്മൾ
10 എടുക്കുകയാണെങ്കിൽ ഇവിടെ വി സി ഈക്വൽ ടു 10 ആണ് കിട്ടുക. 10 എടുക്കുകയാണെങ്കിൽ എക്സാമ്പിളായിട്ട് 10 എടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുക 20 വോൾട്ട് ആണ് അല്ലേ, -20 വോൾട്ട്. ഓക്കെ, സോ നമുക്ക് ഗ്രാഫ് വരിക നെഗറ്റീവ് ക്ലാമ്പർ ആണ്. ഇവിടെ നമുക്ക് -10 വോൾട്ട് ആണ്, 0. ഇവിടെ ആണെങ്കിൽ -20 വോൾട്ട്. ഓക്കെ, ട്രാൻസ്ഫർ കെയർ എങ്ങനെയാണ് വരിക? ഇവിടുന്ന് ഇങ്ങനെ വരും അല്ലേ. ഓക്കെ, ട്രാൻസ്ഫർ കെയർ നമുക്ക് ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാം ഡീറ്റെയിൽ ആയിട്ട്. ഓക്കെ, സോ ഈ രീതിയിലാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക. പ്രാക്ടിക്കൽ കേസ് ആണെങ്കിലോ ഇവിടെ നമുക്ക് കിട്ടുക ഇക്വേഷൻ മാറും അല്ലേ. ഇക്വേഷൻ ഇങ്ങനെ മാറുക, ഒന്നുകൂടി വരക്കാം നമുക്ക്. ചാർജ് ചെയ്യുക പോസിറ്റീവ് നെഗറ്റീവ് എന്നുള്ള രീതിയിൽ. ഇവിടെ പോസിറ്റീവ് നെഗറ്റീവ്, സോ പോസിറ്റീവ് നെഗറ്റീവ് അല്ലേ. സോ വി എം മൈനസ് പ്ലസിനെ പോസിറ്റീവായിട്ട് എടുത്തു, -Vc -Vd ഈക്വൽ ടു 0. സോ Vc ഈക്വൽ ടു Vm - Vd. ദാറ്റ് ഈസ് Vm എന്ന് പറയുന്നത് 10 ആണ്, -0.6 ഈക്വൽ ടു 9.4. ഓക്കെ, കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്നത് 9.4 വോൾട്ട് ആണ്. പിന്നെ അടുത്തത് വീണ്ടും നമ്മൾ ലൂപ്പ് ഇക്വേഷൻ എഴുതുന്നു. കപ്പാസിറ്റർ ചാർജ് ചെയ്തിരിക്കുന്ന വോൾട്ടേജ് Vc. ഇവിടെ ആണെങ്കിൽ നമ്മൾ മൈനസ് പ്ലസ് എടുക്കും, അടുത്ത ഹാഫ് സൈക്കിൾ ആയതുകൊണ്ട്. സോ Vm ലൂപ്പ് ഇക്വേഷൻ വരെ ഇങ്ങനെയാണ്, പ്ലസ് മൈനസ് Vm ആയിട്ട് എടുക്കുന്നു. അഗൈൻ പ്ലസ് Vc പ്ലസ് Vout ഈക്വൽ ടു 0. Vm എന്ന് പറയുന്നത് 10 ആണ്, Vc ചാർജ് ചെയ്തിരിക്കുന്നത് 9.4 വോൾട്ടിലാണ്, പ്ലസ് Vout ആണ്. സോ ഈക്വൽ ടു -Vout എന്നുള്ള രീതിയിൽ എടുക്കാം. ദാറ്റ് ഈസ് Vout ഈക്വൽ ടു മൈനസ് ഓഫ് 10 പ്ലസ് 9.4 ഈക്വൽ ടു 19.4 വോൾട്ട്, -19.4 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് വേവ് വരിക 19.4 ആണ് അല്ലേ. ഇവിടുന്ന് ഒരു 0.6 മുകളിലേക്ക് വരും. ഇത് 0.6 വോൾട്ടേജ്. ഓക്കെ, സെയിം നമ്മൾ നേരത്തെ വരച്ച പോസിറ്റീവ് ക്ലാമ്പറിൻ്റെ അതേപോലെ വരും. ഓൾമോസ്റ്റ് കൺസെപ്റ്റ് ഒക്കെ സെയിം തന്നെയാണ്. നെക്സ്റ്റ് നമ്മൾ നെഗറ്റീവ് ക്ലാമ്പർ വിത്ത് പോസിറ്റീവ് റഫറൻസ് വോൾട്ടേജ്. ഓക്കെ, എങ്ങനെയാ വരിക? നമ്മൾ ലൂപ്പ് ഇക്വേഷൻ എഴുതാണ് വീണ്ടും. കപ്പാസിറ്റർ, ഡയോഡ്, ഇവിടെ 3 വോൾട്ടേജ് ആണ് എന്ന് വിചാരിക്കുക കൊടുക്കുന്നത്. സോ ഇവിടെ നമ്മൾ പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് അല്ലേ. ഏത് ഹാഫ് സൈക്കിളിലാണ് ഫോർവേഡ് ബയസ് ആകുന്നത് നോക്കിയാൽ മതി, ബാക്കിയൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. സോ Vm Vm ഇത് Vm അല്ല, ഇത് Vc ആണ്, സോറി Vc അറിയിപ്പതാണ്. Vm -Vc, ഇവിടെ Vd അല്ലേ, മൈനസ് -Vd -3 ഈക്വൽ ടു 0. സോ Vc ഈക്വൽ ടു Vm -Vd -3 ഈക്വൽ ടു 0. സോ Vm 10 ആയിട്ട് എടുക്കുക, 10 - 0.6 -3 ഈക്വൽ ടു 6.4 വോൾട്ട്. ഓക്കെ, Vm
minus 0.6 minus 3 equal to 6.4 volt. Then again അടുത്ത നമ്മൾ ലൂപ്പ് ഇക്വേഷൻ ഇതാണ്. Plus minus V out, Vm, Vc, plus minus minus plus. ലൂപ്പ് ഇക്വേഷൻ എങ്ങനെയാണ് വരിക? പ്ലസ് മൈനസിനെ വി എം ആയിട്ട് എടുക്കുന്നു, പ്ലസ് വി സി പ്ലസ് വി ഔട്ട് ഈക്വൽ ടു 0. ഇറ്റ് ഈസ് 10 പ്ലസ് നേരത്തെ കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്ന 6.4 പ്ലസ് വി ഔട്ട് ഈക്വൽ ടു 0. ഇറ്റ് ഈസ് വി ഔട്ട് ഈക്വൽ ടു മൈനസ് ഓഫ് 10 പ്ലസ് 6.4 ഈക്വൽ ടു മൈനസ് 16.4 വോൾട്ട്. മൈനസ് 16.4. സോ നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ മൈനസ് 16.4 മാർക്ക് ചെയ്യുക. 6.4 ആയിരിക്കും നമ്മുടെ കപ്പാസിറ്റർ വോൾട്ടേജ്. സോ അത് ബേസ് ആക്കിയിട്ട് മുകളിലേക്ക് 10, താഴോട്ടേക്ക് 10, ഈ രീതിയിൽ മാർക്ക് ചെയ്യുക. ടോട്ടൽ 20 ആയിരിക്കണം. സോ ഇവിടെ 3.6 വോൾട്ട് അല്ലേ? 3.6ഉം 16.4ഉം രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 20 വോൾട്ട് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ നെഗറ്റീവ് ക്ലാമ്പർ വിത്ത് പോസിറ്റീവ് റെഫറൻസ് വരിക. ഓക്കെ, ലാസ്റ്റ് വൺ നെഗറ്റീവ് ക്ലാമ്പർ വിത്ത് നെഗറ്റീവ് സപ്ലൈ. ഓക്കെ, സെയിം പ്രൊസീജിയർ. കപ്പാസിറ്റർ ഏത് ഹാഫ് സൈക്കിളിലാണ് ചാർജ് ചെയ്യുന്നത് നോക്കുക. ഇവിടെ നെഗറ്റീവ് പോസിറ്റീവ് ആണ്. ഓക്കെ, സോ ചാർജ് ചെയ്യുക പോസിറ്റീവ് നെഗറ്റീവ് എന്നുള്ള രീതിയിലാണ്. സോ വി എം വി സി, ഇവിടെ പോസിറ്റീവ് ഇവിടെ നെഗറ്റീവ്, പോസിറ്റീവ് നെഗറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് 3 വോൾട്ട്. സോ ലൂപ്പിക്കേഷൻ വരിക വി എം മൈനസ് വി സി മൈനസ് വി ഡി പ്ലസ് 3 ഈക്വൽ ടു 0. വി സി ഈക്വൽ ടു വി എം, വി സി ഈക്വൽ ടു വി എം മൈനസ് വി ഡി പ്ലസ് 3. വി എം 10 വോൾട്ട് ആയിട്ട് എടുക്കുന്നു, 0.6 പ്ലസ് 3, ദാറ്റ് ഈസ് 12.4 വോൾട്ട്. വി സി ഈക്വൽ ടു 12.4 വോൾട്ട്. അഗെയിൻ നമ്മൾ വീണ്ടും ലൂപ്പ് ഇക്വേഷൻ എടുക്കുന്നു. കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്നത് ഇതിലാണ്. ഇവിടെ നെഗറ്റീവ് പോസിറ്റീവ് വി എം പ്ലസ് മൈനസ് വി ഔട്ട്. സോ ലൂപ്പ് ഇക്വേഷൻ അഗെയിൻ വി എം പ്ലസ് വി സി പ്ലസ് വി ഔട്ട് ഈക്വൽ ടു 0. വി എം എന്ന് പറഞ്ഞാൽ 10 ആയിട്ട് എടുക്കുന്നു, വി സി 12.4 ചാർജ് ചെയ്യുന്നു എന്ന് പറഞ്ഞു, ഈക്വൽ ടു minus V out, that is V out equal to minus of 22.4. So നമ്മുടെ ഗ്രാഫ് വരിക ഇവിടെ 22.4 എന്ന് മാർക്ക് ചെയ്യുക, മൈനസ് 22.4, then 12.4 എന്ന് മാർക്ക് ചെയ്യുക. ഓക്കെ, സോ ഇവിടെ നമുക്ക് 2.4 എന്നുള്ള രീതിയിൽ കാണിക്കാം. ഓക്കെ, ഇവിടെ 2.4 മുതൽ 22.4 വരെ വരും അല്ലെ? ഈ പീക്ക് 2.4, ഇത് 22.4, ടോട്ടൽ 20. സോ ഇതാണ് ഔട്ട്പുട്ട് വേവ് ഫോം. ഓക്കെ, സോ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് പോസിറ്റീവ് ക്ലാമ്പർ പഠിച്ചു, അതിൻ്റെ ഐഡിയൽ ആൻഡ് പ്രാക്ടിക്കൽ കേസ് പറഞ്ഞു. ദെൻ പോസിറ്റീവ് ക്ലാമ്പറിൽ പോസിറ്റീവ് റെഫറൻസ് വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ്, പോസിറ്റീവ് ക്ലാമ്പറിൽ നെഗറ്റീവ് റെഫറൻസ് വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്. നെഗറ്റീവ് ക്ലാമ്പർ നെഗറ്റീവിൽ തന്നെ നമ്മൾ ഐഡിയലും പറഞ്ഞു പ്രാക്ടിക്കലും പറഞ്ഞു. നെഗറ്റീവ് ക്ലാമ്പർ വിത്ത് പോസിറ്റീവ് റെഫറൻസ് വോൾട്ടേജ്, നെഗറ്റീവ് ക്ലാമ്പർ വിത്ത് പോസിറ്റീവ് റെഫറൻസ് വോൾട്ടേജ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നെഗറ്റീവ് ക്ലാമ്പർ വിത്ത് പോസിറ്റീവ് റെഫറൻസും
നെഗറ്റീവ് റെഫറൻസും രണ്ടും നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ക്ലാമ്പർ സർക്യൂട്ടിൽ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് ഓരോന്നിൻ്റെയും ട്രാൻസ്ഫർ ക്യാര എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നോക്കാം. നമ്മൾ പറഞ്ഞതുപോലെ പോസിറ്റീവ് ക്ലാമ്പർ ക്ലാമ്പിംഗ് +3 വോൾട്ടേജ് നമ്മൾ 22.4 ആണ് പറഞ്ഞത്, 2.4 ആയിരുന്നു പറഞ്ഞത് അല്ലേ. ഇവിടെ നമ്മൾ പോസിറ്റീവ് ക്ലാമ്പർ വിത്ത് പോസിറ്റീവ് റെഫറൻസ് വോൾട്ടേജ് നമ്മൾ പറഞ്ഞ 22.4 ഉം 2.4 ആണ്. അതാണ് നമ്മൾ അനലൈസ് ചെയ്തപ്പോൾ കിട്ടിയത്. നമുക്കിവിടെ കാണാം 2.4 22.4 12.4ലാണ് അതിൻ്റെ DC ലെവൽ വരിക. അതാണ് നമ്മൾ കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്ന വോൾട്ടേജ്. സോ 12.4ൽ നമ്മൾ ട്രാൻസ്ഫർ ക്യാര വരയ്ക്കുന്ന സമയത്ത് 12.4 ബേസ് ആക്കിയിട്ട് വെക്കുക. ദെൻ അതിനുശേഷം 22.4ലേക്കും 2.4ലേക്കും മാർക്ക് ചെയ്യാം. ഓക്കെ, സോ അടുത്തത് പോസിറ്റീവ് ക്ലാമ്പർ അറ്റ് -3 വോൾട്ടേജ്. റെഫറൻസ് വോൾട്ടേജ് മൈനസ് ആകുമ്പോൾ നമുക്ക് 16.4ഉം 3.6 ആയിരുന്നു കിട്ടിയത്. അത് ഈ രീതിയിലാണ് വരിക. 6.4 ബേസ് ആക്കിയിട്ട് വെക്കുക. ദെൻ അവിടുന്ന് 10 മുകളിലോട്ടും 10 താഴോട്ടേക്കും. ഓക്കെ, അടുത്തത് നെഗറ്റീവ് ക്ലാമ്പർ വിത്ത് പോസിറ്റീവ് വോൾട്ടേജ്. നെഗറ്റീവ് ക്ലാമ്പർ ആകുന്ന സമയത്ത് -16.4 ആയിരുന്നു കിട്ടിയത്, ഇവിടെ 3.6. ഓക്കെ, സോ നോക്കുക 6.4ൽ നിന്ന് 10 മുകളിലോട്ടും താഴോട്ടേക്കും, അതായത് 3.6 വരെയും 16.4 വരെ മാർക്ക് ചെയ്യാം. ഓക്കെ, ലാസ്റ്റ് വൺ നെഗറ്റീവ് ക്ലാമ്പർ വിത്ത് നെഗറ്റീവ് വോൾട്ടേജ്. സോ നമ്മൾ 22.4 ആയിരുന്നു പോസിറ്റീവ് ക്ലാമ്പറിൽ നമ്മൾ പറഞ്ഞത്, അതിന് പകരം -22.4. ദെൻ നെഗറ്റീവ് പീക്ക് എന്ന് പറയുന്നത് -2.4. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ട്രാൻസ്ഫർ ക്യാര. ട്രാൻസ്ഫർ ക്യാര വരയ്ക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, നമ്മുടെ കപ്പാസിറ്ററിൻ്റെ ചാർജിങ് വോൾട്ടേജ് എത്രയാണോ അത് റെഫറൻസ് ആക്കിയിട്ട് അവിടുന്ന് നമ്മൾ ഇൻപുട്ട് സിഗ്നലിൻ്റെ സ്ട്രെങ്ത്ത് 10 ആംപ്ലിറ്റ്യൂഡ് ആണെങ്കിൽ 10ൽ 20 വോൾട്ടേജ് ആണ് ആംപ്ലിറ്റ്യൂഡെങ്കിൽ ആ രീതിയിൽ മാർക്ക് ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്മുടെ ക്ലാമ്പർ സർക്യൂട്ടിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത്. ഓക്കെ, സോ ഒരുവിധം കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ സിമുലേഷൻ കൂടി കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അത് നമ്മൾ DC ആഡ് ചെയ്യുമ്പോഴുള്ളതും ഒരു DC സോഴ്സ് വെച്ചിട്ട് ആഡ് ചെയ്യുമ്പോഴും നമ്മൾ ക്ലാമ്പർ സർക്യൂട്ട് വെക്കുമ്പോഴും എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് ഒരു വീഡിയോ നമ്മൾ നെക്സ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.